പെൺകുട്ടികൾ സ്മാർട്ടാകുന്നത് പോളിക്കിഷ്ടമാണ്. ഇനിയൊന്ന് കാണട്ടെ തെമ്മാടിക്കുട്ടിയുടെ ചൊണ. നമസ്കാരം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഒന്നാം ഭാഗം ഞാൻ പ്രസിദ്ധീകരിച്ചത് കേട്ടിരിക്കുമല്ലോ. അതിൽ എങ്ങനെയാണ് ഹേമ കമ്മീഷൻ പ്രവർത്തിച്ചത്, എങ്ങനെയാണ് ആളുകളെയെല്ലാം ഇതിലുള്ള വനിതാ നടിമാരെ, വനിതാ ആക്ട്രസ്സുമാരെ ഒക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നത്, അവരുടെ ആദ്യം വിശ്വാസം കൊടുത്ത് എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഈ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക കാര്യം പറയുകയാണ്. മലയാളം സിനിമയിൽ പല ഗ്യാങ്ങുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഗ്യാങ്ങുകളാണ്. വലിയ പ്രമുഖരായ നടന്മാർക്ക് ഗുണ്ടകളുണ്ട്. പല പ്രമുഖരായ, എല്ലാവർക്കും ഉണ്ടെന്നല്ല, പല പ്രമുഖരായ നടന്മാർക്ക് ഗുണ്ട മാഫിയ സംഘങ്ങളുടെ സംവിധായകർക്കുണ്ട്, അതേപോലെ പ്രൊഡ്യൂസർമാരുണ്ട്. വലിയൊരു ഗ്യാങ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സിനിമാ നടി ഇവർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അവരെ ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒറ്റപ്പെടുത്തി കൊണ്ടുവന്നിട്ട് അവരെ പറഞ്ഞതനുസരിക്കുന്നില്ലെങ്കിൽ അവരെ മയക്കുമരുന്ന് കുത്തിവെക്കും. മയക്കുമരുന്ന് കുത്തിവെച്ച് അവരെ ഉപയോഗിക്കും. ഇത് എത്രയോ സംഭവങ്ങളുണ്ട്. പുറത്ത് പറയാത്തതുകൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും അത്തരം ഭാഗങ്ങൾ വന്നിട്ടില്ല. ഞാനിപ്പോൾ സിനിമയിലുള്ള ഒരു രംഗം ഞാൻ കാണിക്കാം. എൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഉർവശിയെ ഒരു ഗ്യാങ് മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിൻ്റെ ഭാഗമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതെന്താണ്? കൃത്യമായി അവർ പറഞ്ഞ അനുസരിക്കാതെ അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഗ്യാങ്ങായി, ഒറ്റപ്പെട്ട ഫൈറ്ററായി വന്നപ്പോൾ അവരെ എല്ലാ തരത്തിലും നശിപ്പിക്കുന്ന രീതിയാണ്. ഇതൊരു എക്സാമ്പിളാണ്. അത് ഈ സിനിമയിലുള്ള സിനിമാരംഗമാണ് എന്ന് കരുതണ്ട, അത് സിനിമയിലുള്ളതാണ്. പക്ഷേ ഇത് നിത്യമായി കൃത്യമായി സിനിമയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നടിയെ തട്ടിക്കൊണ്ടുപോയി ഉള്ളിൽ വെച്ച് പീഡിപ്പിച്ചതാണല്ലോ ഈ WCC ഉണ്ടാവാനും അതേപോലെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഉണ്ടാവാൻ കാരണം, കമ്മിറ്റിയൊക്കെ ഉണ്ടാവാൻ കാരണം. അതിന് ആസ്പദമായിട്ടുള്ള ആ കുട്ടി പോലും ഭീകരമായ സത്യങ്ങൾ പൂർണ്ണമായി പറഞ്ഞിട്ടില്ല. ഈ സിനിമാ നടിയെ എത്തുന്ന പല നടികളെയും അവർ പറയുന്ന പ്രകാരം അനുസരിച്ചില്ലെങ്കിൽ കൃത്യമായി മയക്കുമരുന്ന് കുത്തിവെക്കും. നമുക്ക് എന്തായാലും രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. രണ്ടാം ഭാഗം കേൾക്കുക. അതായത് ആദ്യഘട്ടങ്ങളിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അത് എങ്ങനെ നടന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നടികളെയെല്ലാം എങ്ങനെ ഇതിൻ്റെ അത് കൊണ്ടുവന്നു, എന്നിട്ട് അവരെ കൊണ്ട് എങ്ങനെ മൊഴിയെടുപ്പിച്ചു, സംഭവങ്ങളിലേക്ക് എങ്ങനെ കൃത്യമായി എത്തിച്ചു എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. ഇതിൻ്റെ ഇംഗ്ലീഷ് ഭാഗമല്ല, ഇംഗ്ലീഷ് ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്ത ഭാഗമാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണുമ്പോൾ മാത്രമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമാവുകയുള്ളൂ. സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി ഞങ്ങൾ പ്രധാനമായും താഴെ പറയുന്ന രീതികൾ സ്വീകരിച്ചു. പ്രവർത്തന പരിധിയെ അടിസ്ഥാനമാക്കി ഒരു വിശദമായ ചോദ്യാവലി തയ്യാറാക്കി WCCയുടെ ഭാരവാഹികൾ ലഭ്യമാക്കിയ ഇമെയിൽ ഐഡികളിലേക്ക് WCC അംഗങ്ങൾക്ക് ഇതിൻ്റെ ഒരു പകർപ്പ് അയച്ചു. ചോദ്യാവലിയിൽ പരാമർശിച്ചിരിക്കുന്ന വിവിധ വശങ്ങളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ നൽകണമെന്ന അഭ്യർത്ഥനയോടെ സിനിമയിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകളായ WCC അംഗങ്ങളുമായി ചോദ്യാവലിക്ക് മറുപടി നൽകിയവർ 2 ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ നടത്തി. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള സിനിമയിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വ്യക്തിഗത മീറ്റിങ്ങുകൾ നടത്തുകയും അവരുടെ തെളിവുകൾ ഇൻ ക്യാമറ രേഖപ്പെടുത്തുകയും ചെയ്തു. സിനിമയിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രശ്നങ്ങൾ സമിതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം നൽകുന്നതിനായി മലയാളം ദിനപത്രത്തിൽ ഒരു പൊതു അറിയിപ്പ് പ്രസിദ്ധീകരിച്ചു. എളുപ്പത്തിലുള്ള ആശയവിനിമയത്തിനും ഫലപ്രദമായ അറിയിപ്പിനുമായി സിനിമയിലെ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള സ്ത്രീകൾക്കായി വാട്സപ്പ് ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചു. വാട്സപ്പ് ചാറ്റ് വഴിയും അത്തരം വ്യക്തികളെ ബന്ധപ്പെട്ട് അവരുടെ വെളിപ്പെടുത്തലുകൾ രേഖപ്പെടുത്തുകയും വിവരങ്ങൾ ശേഖരിച്ചു. വിവിധ വീഡിയോ ക്ലിപ്പുകൾ, ഓഡിയോ ക്ലിപ്പുകൾ, സ്ക്രീൻഷോട്ടുകൾ തുടങ്ങിയവയെല്ലാം ശേഖരിച്ചു. മറ്റു സ്രോതസ്സുകളിൽ നിന്നും സിനിമയിലെയും സിനിമയ്ക്ക് പുറത്തുള്ളതുമായ സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും പഠന സാമഗ്രികൾ, ഓഡിയോ ക്ലിപ്പുകൾ, വീഡിയോ ക്ലിപ്പുകൾ, വാട്സപ്പ് സന്ദേശങ്ങൾ, സ്ക്രീൻഷോട്ടുകൾ തുടങ്ങിയ വിവിധ രേഖകൾ ശേഖരിച്ചു. AMMA അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിംഗ്, FEFKA ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള, WCC സിനിമാ മേഖലയിലെ വിവിധ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ വിവിധ യൂണിയനുകൾ എന്നിവയുടെ ഭാരവാഹികളെ ബന്ധപ്പെട്ട് യോഗങ്ങൾക്ക് ക്ഷണിച്ചു. വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും അവരുടെ വെളിപ്പെടുത്തലുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു.
അവരിലൂടെ അവരുടെ ബൈലാഗുകളും മറ്റു രേഖകളും സംഭരിച്ചു. സിനിമയിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വെളിപ്പെടുത്തലുകൾ പൂർണ്ണ സ്വകാര്യത പാലിച്ച് എഴുതി രേഖപ്പെടുത്തി. സിനിമയിൽ ജോലി ചെയ്യാത്ത മറ്റ് ചില വ്യക്തികളിൽ നിന്നും ഇമെയിൽ, വാട്സപ്പ് ചാറ്റുകൾ തുടങ്ങിയവയിലൂടെ രേഖകൾ സംഭരിക്കുകയും പഠനത്തിന് പ്രസക്തമെന്ന് ഞങ്ങൾ കണ്ടെത്തിയ അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. മറ്റു ചില പ്രസക്തമായ പഠന സാമഗ്രികൾ ഇൻ്റർനെറ്റിലൂടെയും മറ്റ് സ്രോതസ്സുകളിൽ നിന്നും ശേഖരിച്ചു. ലൂസിഫർ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സമിതിയുടെ അധ്യക്ഷയും ഒരു അംഗവും സന്ദർശിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ചിത്രാഞ്ജലി സ്റ്റുഡിയോയും സമിതിയുടെ അധ്യക്ഷയും ഒരു അംഗവും സന്ദർശിച്ചു. ഡബ്ബിങ്ങും മറ്റും പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ചോദ്യാവലി. പഠനത്തിനുള്ള പ്രസക്തമായ വസ്തുതകളുടെ ശേഖരണം പ്രവർത്തന പരിധിയിൽ പ്രസ്താവിച്ചിരുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി ഒരു വിശദമായ ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടാണ് ആരംഭിച്ചത്. ചോദ്യാവലിയുടെ ഒരു പകർപ്പ് എക്സിബിറ്റ് A4 ആയി അടയാളപ്പെടുത്തിയിരിക്കുന്നു. WCCയുടെ ഭാരവാഹികൾ സമിതിക്ക് ലഭ്യമാക്കിയ ഇമെയിൽ ഐഡികളിലേക്ക് WCCയുടെ എല്ലാ 40 അംഗങ്ങൾക്കും ചോദ്യാവലിയുടെ പകർപ്പുകൾ ഇമെയിൽ വഴി അയച്ചു. അവരുടെ വ്യക്തിത്വം മറച്ചുവെച്ചുകൊണ്ട് സമിതി ഉന്നയിച്ച നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാൻ അവരോട് അഭ്യർത്ഥിച്ചു. ചോദ്യാവലി അയച്ച WCC അംഗങ്ങൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. ഉദാഹരണത്തിന് നടി, സംവിധായിക, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, ഛായാഗ്രാഹിക, ഹെയർ സ്റ്റൈലിസ്റ്റ് തുടങ്ങിയവർ. എല്ലാ പ്രസക്തമായ വിശദാംശങ്ങളും മടിക്കാതെ വെളിപ്പെടുത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവരുടെ ഉത്തരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് സമിതി അവർക്ക് ഉറപ്പു നൽകി. ഉത്തരങ്ങൾ അയക്കുന്നതിന് ഒരു നിശ്ചിത തീയതി നിശ്ചയിച്ചുവെങ്കിലും അവരുടെ തിരക്കേറിയ ജോലി ഷെഡ്യൂൾ കാരണവും വീടുകളിൽ നിന്ന് വിദൂരമായ സ്ഥലങ്ങളിൽ ആയതിനാലും ഉത്തരങ്ങൾ നൽകാൻ അവർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും 2018 ജൂലൈ 5 WCCയുടെ ആകെ 32 അംഗങ്ങളിൽ നിന്ന് ഞങ്ങൾ ഉത്തരങ്ങൾ ശേഖരിച്ചു. WCC അംഗങ്ങൾ സമിതിക്ക് അയച്ച ചോദ്യാവലിയുടെ ഉത്തരങ്ങൾ സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നല്ലൊരു ഇൻപുട്ട് നൽകി. രണ്ട് ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ. ചോദ്യാവലിക്ക് WCC അംഗങ്ങൾ നൽകിയ ഉത്തരങ്ങളുടെ സ്വഭാവം പരിഗണിച്ചപ്പോൾ അവരുമായി ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ നടത്തേണ്ടത് ആവശ്യമാണെന്ന് ഞങ്ങൾ കണ്ടെത്തി. അതിനാൽ 2 ദിവസങ്ങളിലായി രാവിലെ മുതൽ വൈകുന്നേരം വരെ WCC അംഗങ്ങളുമായി 2 പ്രത്യേക യോഗങ്ങൾ നടത്തി. പങ്കെടുത്തവർക്ക് അവരവരുടെ മേഖലകളിൽ സിനിമാ മേഖലയിൽ വിപുലമായ അനുഭവ സമ്പത്തുണ്ടായിരുന്നു. വിവിധ നടിമാർ, കലാകാരന്മാർ, സംവിധായകർ, ഛായാഗ്രാഹകർ, അസിസ്റ്റന്റ് സംവിധായകർ, അസോസിയേറ്റ് സംവിധായകർ, എക്സിക്യൂട്ടീവ് നിർമ്മാതാക്കൾ, ലൈൻ നിർമ്മാതാക്കൾ, ഹെയർ സ്റ്റൈലിസ്റ്റുകൾ, കോസ്റ്റ്യൂം ഡിസൈനർ, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എന്നിവർ 2 യോഗങ്ങളിലും പങ്കെടുത്തു. ആദ്യ യോഗത്തിൽ 12 കലാകാരന്മാർ അഥവാ നടിമാർ, 3 സംവിധായകർ, 1 തിരക്കഥാകൃത്ത്, 1 നിർമ്മാതാവ്, 2 ഛായാഗ്രാഹകർ, 1 അസിസ്റ്റന്റ് ഓർ അസോസിയേറ്റ് സംവിധായിക, 1 എക്സിക്യൂട്ടീവ് നിർമ്മാതാവ് അഥവാ ലൈൻ നിർമ്മാതാവ്, 1 ഹെയർ സ്റ്റൈലിസ്റ്റ്, 1 കോസ്റ്റ്യൂം ഡിസൈനർ എന്നിവർ പങ്കെടുത്തു. രണ്ടാമത്തെ യോഗത്തിൽ 3 കോസ്റ്റ്യൂം ഡിസൈനർമാരും 6 ഹെയർ സ്റ്റൈലിസ്റ്റുകളും മേക്കപ്പ് ആർട്ടിസ്റ്റുകളും പങ്കെടുത്തു. അങ്ങനെ ആകെ 31 വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട സിനിമയിലെ സ്ത്രീകൾ 2 യോഗങ്ങളിലും പങ്കെടുത്തു. WCC അംഗങ്ങൾ യോഗങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും സമിതിക്ക് മുന്നിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. 2 യോഗങ്ങളിലും പങ്കെടുത്തു. WCC അംഗങ്ങൾ യോഗങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും സമിതിക്ക് മുന്നിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. ഏതെങ്കിലും സ്വകാര്യമായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേക വ്യക്തിഗത യോഗം നടത്തി സമിതിയോട് വിശദാംശങ്ങൾ സംസാരിക്കാൻ അവസരം നൽകുമെന്നും പങ്കെടുത്തവരെ അറിയിച്ചു. ദിവസങ്ങളിലും യോഗങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നു. പങ്കെടുത്തവർ സിനിമാ മേഖലയിൽ നിലകളിൽ നേരിടുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ വെളിപ്പെടുത്തി. തൊഴിലുടമയും ജീവനക്കാരനും തമ്മിൽ കരാറുകൾ നടപ്പിലാക്കാത്തത് പറഞ്ഞ് തൊഴിലുടമയും ജീവനക്കാരനും തമ്മിൽ കരാറുകൾ നടപ്പിലാക്കാത്തത്, പറഞ്ഞ ഉറപ്പിച്ച വേതനം പോലും ലഭിക്കാത്തത്, സെറ്റിൽ ശൗചാലയ സൗകര്യങ്ങളും വസ്ത്രം മാറാനുള്ള മുറികളും ഇല്ലാത്തത്, താമസ സൗകര്യത്തിന് സുരക്ഷയും സംരക്ഷണവും ഇല്ലാത്തത്,
തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രാ സൗകര്യങ്ങൾ, ലൈംഗിക പീഡനം തുടങ്ങിയ പ്രയാസങ്ങൾ അവർ പങ്കുവച്ചു. യോഗത്തിൽ പങ്കെടുക്കുന്നവർ സംസാരിച്ചതെല്ലാം പരിഗണിച്ചപ്പോഴും പങ്കുവച്ച പരാതികളുടെ സ്വഭാവം നോക്കിയപ്പോഴും ശരിയായ അന്തരീക്ഷം നൽകിയാൽ സ്ത്രീകൾക്ക് ഇനിയും കൂടുതൽ തുറന്നു പറയാനുണ്ടാകുമെന്ന് തോന്നി. ഗ്രൂപ്പ് മീറ്റിംഗിൽ പറയാൻ അവർക്ക് വൈമുഖ്യം തോന്നിയേക്കാവുന്ന അനുഭവങ്ങളിൽ നിന്നുള്ള നിർദ്ദിഷ്ട സംഭവങ്ങളെക്കുറിച്ചുള്ള തെളിവുകളും ഞങ്ങൾക്ക് ലഭിച്ചു. സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള തെളിവുകൾ ലഭിക്കുന്നതിനായി അവരിൽ ചിലരെ വ്യക്തിഗത യോഗങ്ങൾക്ക് വിളിച്ച് അവരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്താനും അവരിൽ നിന്ന് രേഖാമൂലമുള്ള തെളിവുകൾ ശേഖരിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു. അതെ, റിപ്പോർട്ട് വീണ്ടും തുടരുന്നു. കേട്ടുകേൾവികൾ ഒഴിവാക്കി വസ്തുനിഷ്ഠമായ തെളിവധിഷ്ഠിത റിപ്പോർട്ട്. നേരിട്ടുള്ള തെളിവുകളിൽ അധിഷ്ഠിതമായിരിക്കണം റിപ്പോർട്ട്. കേട്ടുകേൾവികളിൽ ആയിരിക്കരുതെന്ന് സമിതി തീരുമാനിച്ചു. അതിനാൽ 2 ഗ്രൂപ്പ് മീറ്റിങ്ങുകളിലും ഇതിനകം പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളെ പിന്തുണയ്ക്കുന്നതോ വിരുദ്ധമായതോ ആയ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ലഭിക്കുന്നത് ഉചിതമാണെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞു. വ്യത്യസ്ത വശങ്ങളിൽ നിന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള വ്യക്തികളെ കണ്ടെത്തുകയും ഇരുവിഭാഗത്തെയും സമിതിയുടെ യോഗങ്ങളിലേക്ക് ക്ഷണിച്ച് സമിതിക്ക് മുന്നിൽ വിസ്തരിക്കുകയും ചെയ്തു. സിനിമയിലെ സ്ത്രീകളുമായും പുരുഷന്മാരുമായും വ്യക്തിഗത യോഗങ്ങൾ നടത്തി. അവർ സിനിമയിലെ തങ്ങളുടെ വ്യക്തിഗത അനുഭവങ്ങൾ സമിതിക്ക് മുന്നിൽ വിവരിച്ചു. സിനിമയുടെ മുന്നിൽ വിസ്തരിക്കപ്പെട്ട മിക്ക സാക്ഷികളും സിനിമയിൽ അവർ നേരിട്ട വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും പരാമർശിച്ചു. അവരുടെ വെളിപ്പെടുത്തലുകൾ എഴുതി രേഖപ്പെടുത്തി. ഉൾപ്പെട്ടിരുന്ന വിഷയങ്ങൾ ധാരാളമായതിനാൽ നടപടികൾ സമയമെടുക്കുന്നതായിരുന്നു. ഒരൊറ്റ സാക്ഷിയുടെ വെളിപ്പെടുത്തലുകൾ രേഖപ്പെടുത്തുന്നതിനും സാക്ഷിയുമായുള്ള ചർച്ചകൾ 10 മണിക്കൂർ വരെ എടുത്ത സന്ദർഭങ്ങളുണ്ട്. യോഗം രാവിലെ 10 മണിക്ക് ആരംഭിച്ച് രാത്രി 9 മണിക്ക് മാത്രമേ അവസാനിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. പരമാവധി 1 മണിക്കൂർ ഉച്ചഭക്ഷണ ഇടവേളയോടെ. അങ്ങനെ സമിതി അംഗങ്ങൾ മാസത്തിൽ 3 മുതൽ 4 ദിവസം വരെ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂവെങ്കിലും യോഗങ്ങൾക്കായി ചെലവഴിച്ച സമയം അതിൻ്റെ ഇരട്ടിയിലധികമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ സാക്ഷികളുടെ സൗകര്യത്തിനനുസരിച്ച് യോഗങ്ങളുടെ സമയം ഞങ്ങൾ ക്രമീകരിച്ചു. അവരെ വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി 3 മണിക്കൂറിലധികം വിസ്തരിച്ചു. സാക്ഷികൾ സമിതിയുമായി സഹകരിച്ചതിലും സിനിമയിലെ തങ്ങളുടെ വ്യക്തിഗത അനുഭവങ്ങൾ, നല്ലതും ചീത്തയുമായവ വിശദമായി സംസാരിച്ചതിലും ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇവ ഞങ്ങൾ നടത്തിയ പഠനത്തിനും ഞങ്ങളുടെ തൃപ്തിക്കനുസരിച്ച് നിഗമനങ്ങൾ രൂപീകരിക്കുന്നതിനും വളരെ ഉപയോഗപ്രദമായി. സിനിമയിലെ വളരെ പ്രധാനപ്പെട്ടതും പ്രമുഖരായ വ്യക്തികൾ സ്ത്രീകളും പുരുഷന്മാരും സമയക്കുറവുണ്ടായിരുന്നിട്ടുകൂടി 1-ലധികം തവണ സമിതിക്ക് മുന്നിൽ ഹാജരായ സന്ദർഭങ്ങളുണ്ട്. അവർ സന്നദ്ധതയോടെ സമിതിക്ക് മുന്നിൽ ഹാജരാക്കാൻ സമയം കണ്ടെത്തുകയും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അവർ സമിതിക്കായി വളരെ നീണ്ട സമയം ചെലവഴിച്ച് നിരവധി സംശയങ്ങൾ ദൂരീകരിച്ചു. അവരുടെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള തെളിവുകൾ ഈ റിപ്പോർട്ടിൽ ഉൾച്ചേർന്നിരിക്കുന്ന നിഗമനങ്ങൾ രൂപീകരിക്കുന്നതിൽ വളരെയധികം പ്രാധാന്യമുള്ളതായിരുന്നു. അവരുടെ സഹകരണത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. സിനിമയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും സിനിമാ സ്ഥാപനങ്ങൾ, യൂണിയനുകൾ, ഫെഡറേഷൻ, സർക്കാർ ഉദ്യോഗസ്ഥർ, സിനിമയുമായി ബന്ധമില്ലാത്തവർ, കൂടാതെ ഇൻ്റർനെറ്റ്, വാട്സപ്പ് സന്ദേശങ്ങൾ, വീഡിയോകൾ, മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടുകൾ, വോയിസ് ക്ലിപ്പുകൾ തുടങ്ങിയവയിൽ നിന്നും ഞങ്ങൾ രേഖാമൂലമുള്ള തെളിവുകൾ ശേഖരിച്ചു. വെളിപ്പെടുത്തലുകൾ നൽകിയ സാക്ഷികൾ അല്ലാത്ത വിവിധ സ്രോതസ്സുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഇമെയിൽ, ഇൻ്റർനെറ്റ് തുടങ്ങിയവയിലൂടെ ആവശ്യമായ രേഖകളും സംഭരിച്ചു. വിവിധ വിഭാഗങ്ങളിൽ ഉള്ള അധികം സിനിമാ പ്രവർത്തകരെ, സ്ത്രീകളെയും പുരുഷന്മാരെയും ഞങ്ങൾ സമീപിച്ചെങ്കിലും സമയക്കുറവ് കാരണവും എല്ലാവരുടെയും സൗകര്യപ്രകാരവും ഒരു സ്കെഡ്യൂൾ നിശ്ചയിക്കുന്നതിലെ ബുദ്ധിമുട്ടും കാരണം